എൻ്റെ മോനെ കാത്തു നിൽക്കുന്നുണ്ട്. എൻ്റെ മോൻ എന്തോ ഒന്ന് അമ്മനെ വിളിക്കാതെ പോയി പെട്ടെന്ന് മറന്നു പോയി. അമ്മനെ വിളിക്കാതെ അമ്മൻ്റെ മുഖം ഓർമ്മണ്ടെങ്കിലും ചെയ്യില്ല. എൻ്റെ മുഖം ഓർമ്മണ്ടെങ്കിലും എനിക്ക് ചെയ്യില്ലത്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് വടകരയിലെ ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ അമ്മയുടെയും ബന്ധുക്കളുടെയും ചങ്കുപൊട്ടിയുള്ള കരച്ചിലും നിലവിളിയുമാണ് ഇപ്പോൾ കണ്ടത്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെയാണ് യുവാവ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. ഈ സംഭവത്തിലെ ആരോപണം ഉന്നയിച്ച ദീപക്കിനെതിരെ വീഡിയോ ചെയ്ത യുവതിക്കെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കുടുംബം. ദീപക്കിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്നാണ് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും നിലപാട്. ദീപക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്നും യുവതിയുടെ പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നും കുടുംബം ആരോപിക്കുന്നു. ദീപക്കിൻ്റെ ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുകയാണ്. ദീപക്കിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് മിഷൻ മെൻസ് കമ്മീഷൻ വ്യക്തമാക്കി. തനിക്കെതിരെ കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ നേരിട്ട് സംസാരിക്കാനാകില്ലെന്നാണ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ പെൺകുട്ടിക്കെതിരെ അടിയന്തരമായി FIR ഇട്ട് കേസെടുക്കണം. ആത്മഹത്യാ പ്രേരണ, അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കണം. ദീപകിന്റെ മരണം കേരളത്തിലെ പുരുഷാവകാശ പോരാട്ടങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റാണ്. ഇനി ഒരു ദീപക് ഉണ്ടാവരുത്. കാര്യം നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളുള്ളതല്ലേ. നമ്മളിപ്പോ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങൾ ആ ദീപകിന്റെ കുടുംബത്തിന് അവരുടെ കുടുംബത്തിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെർമിഷനോടുകൂടി ധനസഹായവും ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതുപോലുള്ള സ്ത്രീകളെ പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ബസ് യാത്രയ്ക്കിടെ അധിക്ഷേപിക്കുന്ന നിരവധി സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഇതുപോലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു ട്രെൻഡായി മാറുന്നുണ്ട്. ഇവിടെ ഈ ദീപക്കിൻ്റെ ദൃശ്യം, ദീപക്ക് ഒരു യുവതിയുടെ അടുത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്നു. അവിടെ വെച്ച് അവരുടെ ശരീരത്തിൽ മുട്ടി എന്നാണ് ആ യുവതി ആരോപണം ഉന്നയിച്ചത്. ഇത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളേറെ ചർച്ചയായതാണ്. ദീപക് എവിടെയാണ് തെറ്റ് ചെയ്തത് അത്ര? കാരണം യുവതിക്ക് അവിടെ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ യുവതിയെ ബോധപൂർവം ദീപക് സ്പർശിക്കുന്നില്ല. ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. പിന്നെ എന്താണ് ദീപക് ചെയ്ത തെറ്റ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനിടെയാണ് ഇന്നലെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത കേട്ടത്, ദീപകിൻ്റെ ആത്മഹത്യ. പക്ഷേ ഈ സംഭവത്തിന് പിന്നാലെ യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വിമർശനം ഉയരുന്നു. വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കുടുംബം, ദീപകിൻ്റെ കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഈ കേസിൽ സംഭവിക്കാൻ പോവുക? യുവതിക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമോ? ടോം, ആദ്യം തന്നെ ഈ ദൃശ്യങ്ങളുടെ ഒരു ശരിതെറ്റുകളെ കുറിച്ചൊരു നിഗമനത്തിലെത്താൻ നമുക്ക് ഇപ്പോഴും കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ ദൃശ്യങ്ങൾ കണ്ട ശേഷമുള്ള ഒരു പ്രതികരണം നൽകുന്നു. എന്താണ് സംഭവിച്ചതെന്നത് കൃത്യമായി അറിയാൻ ഇപ്പോഴും പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും ആ പെൺകുട്ടി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകൾ അത് കാണുന്നു. നൂറുകണക്കിന് ആളുകൾ ആ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുന്നു. പെരുമഴ പോലെ അതിനിടയിലേക്ക് കമൻറ്റുകൾ ഒഴുകിയെത്തുന്ന സാഹചര്യം. ഇതിനുശേഷമാണ് പിന്നീട് പെൺകുട്ടി അല്ലെങ്കിൽ യുവതി വീണ്ടും ഒരു എക്സ്പ്ലെയിനർ, അതായത് കൂടുതൽ വിശദീകരണ കുറിപ്പുമായി താൻ നേരത്തെ ഇട്ട ദൃശ്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് വാഹനത്തിനുള്ളിൽ നടന്നത് എന്നൊക്കെ വ്യക്തമാക്കി മറ്റൊരു വിശദീകരണ കുറിപ്പ് കൂടി ഇടുകയും ചെയ്യുന്നു. ആദ്യത്തെ ആ ദൃശ്യം പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഉലഞ്ഞു പോയ ദീപക്കിന് വലിയ മാനസിക സമ്മർദ്ദങ്ങളാണ് രണ്ടാമത്തെ വീഡിയോ നൽകിയത്. അത് സുഹൃത്തുമായി അക്കാര്യം സംസാരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് മരണം തിരഞ്ഞെടുക്കുക എന്ന അവസാന വഴിയിലേക്ക് ദീപക് എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞായറാഴ്ച പുലർച്ചെ തന്നെ വീട്ടിൽ ദീപകിനെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവണത പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഈ വാഹനത്തിനുള്ളിൽ ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിൽക്കുമ്പോഴൊക്കെ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അത് സമൂഹ മാധ്യമത്തിലേക്ക്
ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കാണുന്നു. നമുക്കറിയാം, ഈ വാഹനങ്ങളിൽ ഏറുമ്പോൾ സ്ത്രീകൾക്ക് വലിയ തിക്താനുഭവങ്ങൾ പലപ്പോഴും ഈ ആളുകളുടെ ഭാഗത്തു നിന്നും, യാത്രക്കാരായ പുരുഷന്മാരായ യാത്രക്കാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകും. എല്ലാ പുരുഷ യാത്രക്കാരും ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നവരല്ല. വളരെ ചെറിയൊരു വിഭാഗമാണ് ഇത്തരത്തിൽ വൈകൃതങ്ങളോടുകൂടി പെരുമാറുന്നതെന്ന് നമുക്കറിയാം. നേരത്തെ ആലുവയിലൊരു ബസ്സിൽ നിന്ന് മസ്താനയുടെ കേസിൽ വന്ന സവാദിൻ്റെ പോലുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ അറിയാം. അത്തരം സമയങ്ങളിൽ സമയോചിതമായി ആ പെൺകുട്ടികൾ ഇടപെടുകയും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുക എന്നതിനപ്പുറം അപ്പോൾ തന്നെ ഒരു പ്രതികരണം ഉണ്ടാവുകയും അത് ബസ്സിലെ കണ്ടക്ടറോട് പറയുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു ഉചിതമായ സമയത്തിനനുസൃതമായ ഒരു നടപടിയും ആ കാര്യങ്ങളൊക്കെ കൈക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ കുട്ടി നേരെ ആ ദൃശ്യം പോസ്റ്റ് ചെയ്യുന്നു, പോലീസിനോട് രേഖാമൂലമല്ലാതെ വിളിച്ചു പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഫോർമലല്ലാത്ത, ഔദ്യോഗികമല്ലാത്ത ഒരു രീതിയിൽ ഒരു പരാതി പറയുന്നു. അപ്പം നേരെ ദൃശ്യങ്ങളിലേക്കാണ് വരുന്നത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുകയും അതിൻ്റെ പുറത്തൊരു വിധികർത്താക്കളായി സമൂഹം തന്നെ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമാക്കപ്പെടുന്നു. നമുക്കറിയാം, ഒരു ദൃശ്യത്തിൽ ഒരാളെ ചിത്രീകരിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ ഒരു സെൽഫി വീഡിയോ എടുക്കുമ്പോൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ എന്താണ് മറുവശത്തെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചിത്രം നമുക്ക് ലഭ്യമല്ല. മറിച്ച് ഈ പെൺകുട്ടി ഈ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അതിന്മേൽ അന്വേഷണം നടത്തുകയും ഈ ദൃശ്യം ഒരു തെളിവായി പോലീസിന് കൈമാറുകയും ചെയ്താൽ ഒരുപക്ഷേ ഈ നിജസ്ഥിതി കുറച്ചുകൂടി ശാസ്ത്രീയമായ വിശകലനങ്ങളൊക്കെ നടത്തി ഈ ബസ്സിനുള്ളിൽ യാത്ര ചെയ്ത ആളുകളോട്, ബസ്സിലെ കണ്ടക്ടറോട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിച്ചൊരു അന്വേഷണത്തിൻ്റെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ കഴിയുന്നു. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരു ആൾക്കൂട്ട ആക്രമണത്തിനായി ഒരു പ്രതിയെന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റുകാരനെന്ന് സംശയിക്കുന്ന ആളെ ഇട്ടുകൊടുത്ത ആ നിലപാടാണ് ഏറെ ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തായാലും കുടുംബം പറയുന്നത് ദൃശ്യങ്ങൾ പലവട്ടം പരിശോധിച്ചപ്പോഴേക്കും ഒരു മോശമായ പെരുമാറ്റം എന്ന ഒരു രീതി ഈ ദീപക്കിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മറുവശത്ത് ഈ പെൺകുട്ടിയാവട്ടെ ഒരു റീച്ചിനായി, സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാനായി, അല്ലെങ്കിൽ കൂടുതൽ ധനസമാഹരണം നടത്താനൊക്കെയുള്ള ഒരു ഉപാധിയായി ഈ ദൃശ്യത്തെ കാണുന്ന രീതിയിലേക്ക് മാറി എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യുവതിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ശക്തമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ ആ യുവാവിൻ്റെ മരണം സൃഷ്ടിച്ച വേദനകൾക്കിടയിലും സുഹൃത്തും കുടുംബാംഗങ്ങളും ഒക്കെ ഇക്കാര്യം മാധ്യമങ്ങളോട് ഒക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്ന് ഈ കുടുംബം ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലെത്തി ജില്ലാ പോലീസ് മേധാവിക്ക്, അല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച പരാതി ഔദ്യോഗികമായി തന്നെ നൽകിയിരിക്കുകയാണ്. ഒപ്പം മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കൊക്കെ ഈ പരാതിയുടെ പകർപ്പ് നൽകുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. കാരണം ഈ യുവതിയുടെ ഭാഗത്തുനിന്നും ഈ സമൂഹ മാധ്യമത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അനീഷ്, ഇവിടെ നമുക്കറിയാം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഈ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നത് പലപ്പോഴും ബസ്സുകളിലാണ്, ബസ് യാത്രക്കിടയിലാണ്. ഇതുപോലുള്ള ദുരനുഭവത്തിൻ്റെ പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ, അതായത് ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളമേറെ ചർച്ച ചെയ്തതാണ് സവാദ് എന്ന യുവാവിൻ്റെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ചുള്ള വാർത്തകൾ. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സവാദിനെ പോലും വെള്ളപൂശാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ദീപക്കിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ. സവാദ് ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല, അതുപോലെ നിരവധി ആളുകൾ സമാനമായ രീതിയിൽ ലൈംഗിക വൈകൃതം പൊതുവെടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ദീപക്കിൻ്റെ കാര്യത്തിൽ അവിടെ പലരും ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യക്ഷത്തിൽ അങ്ങനെ, കാരണം ചിലർ നഗ്നത പ്രദർശിപ്പിക്കും, അല്ലെങ്കിൽ സ്ത്രീകളെ സ്പർശിക്കും, അതും ദുരുദ്ദേശത്തോടു കൂടി. അങ്ങനെയുള്ള ലൈംഗിക വൈകൃതമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ ദീപക്ക് ആ രീതിയിൽ മോശമായി പെരുമാറുന്നില്ല, ദീപക്ക് മറ്റ് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നില്ല എന്നൊക്കെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും പലരും വിലയിരുത്തുന്നത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ആ യുവതിയെ ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ യുവതിയുടെ മൊഴിയെടുത്താൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഉണ്ടാകൂ. പക്ഷേ പോലീസിന് ഇത്തരമൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ദീപക്കിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ യുവതിക്കെതിരെ അങ്ങനെ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കാൻ കഴിയുമോ? അതിൻ്റെ നിയമവശങ്ങൾ എങ്ങനെയാണ്? ടോമൻ, നമുക്ക് ഇതുവരെ നടന്ന നടപടിക്രമങ്ങളെ, അല്ലെങ്കിൽ പലപ്പോഴായി
യുവതികൾ, സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ ഈ വാഹനങ്ങളിൽ വെച്ച് അധിക്ഷേപത്തിന് ഇരയാവുന്ന സംഭവങ്ങൾ പല വട്ടങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരം അതിക്രമങ്ങളെയൊക്കെ ഒറ്റയടിക്ക് റദ്ദാക്കാൻ, അല്ലെങ്കിൽ ഇത്തരങ്ങൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പുറത്തേക്ക് വിടുന്നതിനെയൊക്കെ ഒറ്റയടിക്ക് റദ്ദാക്കാൻ സാധിക്കില്ല. പലപ്പോഴും വളരെ മോശമായ സമീപനങ്ങൾ വാഹനങ്ങളിലും മറ്റും ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബസ് യാത്രകളിൽ തിരക്കേറിയ പൊതുഗതാഗത സംവിധാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവാറുണ്ട്. പക്ഷേ കേവലം ഈ ചിത്രീകരിച്ച് പുറത്തേക്കിടുക മാത്രമാണോ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാൻ എന്ന ഒരു രീതിയാണ്. ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിൽ ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം. ഇവിടെ ഇപ്പോൾ ദീപകിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കൊരു വിധി കൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, കാരണം ആ ദൃശ്യങ്ങൾ ഓരോരുത്തരും കാണുമ്പോൾ അവരുടേതായ രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ ചിലർ പറയുന്നു, ഈ വനിതാ ആക്ടിവിസ്റ്റുകളായ ആളുകൾ പോലും പറയുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നാണോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നില്ല, മുഖത്തെ ഭാവത്തിൽ പോലും മാറ്റമില്ല. അതായത് വളരെ ബോൾഡായി നിന്ന് ഈ ദൃശ്യങ്ങൾ എവിടെയോ പകർത്താൻ, അല്ലെങ്കിൽ എവിടെയോ ഷെയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ഭാവം വരുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയാണ് പലരും സംശയിക്കുന്നത്. ഇത് പുറത്തേക്ക് വിറ്റ് കാശാക്കുക, അല്ലെങ്കിൽ ഇത് ഈ പബ്ലിഷ് ചെയ്ത് ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കുന്നതിനപ്പുറം ഒരു നിയമപരമായ നടപടികളോ, അല്ലെങ്കിൽ ഇത്തരം ഈ വാഹനങ്ങൾക്കുള്ളിലും മറ്റും പൊതുഗതാഗത സംവിധാനത്തിലും മറ്റുമൊക്കെ നടക്കുന്ന വൃത്തികെട്ട ശീലങ്ങളെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം അതിനുണ്ടായിരുന്നു എന്ന ഉദ്ദേശശുദ്ധിയാണ്. നമുക്കറിയാം, എല്ലാ സ്ത്രീ വിഷയങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന ആക്ടിവിസ്റ്റുകൾ പോലും ഇക്കാര്യത്തിൽ ഒരു 2 തട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നമുക്ക് ഈ രാഹുൽ ഈശ്വരൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും അപ്പാടെ വിഴുങ്ങാൻ കഴിയില്ല. കാരണം സവാദിനൊക്കെ സ്വീകരണം കൊടുത്ത സംഘടനയാണ് ഈ ഓൾ കേരള മെൻ അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ വേണം, സ്ത്രീകളെല്ലാവരും പുരുഷന്മാരെ പീഡിപ്പിക്കുന്നു എന്നൊന്നും നമുക്ക് അത്തരത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ നടന്ന സംഭവത്തെ അതിൻ്റെ ഒരു ഗൗരവത്തിൽ പരിശോധിച്ച് എന്താണ് കൃത്യമായി നടന്നതെന്ന ഒരു വിലയിരുത്തലിലേക്ക് പോകേണ്ടി വരും. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരങ്ങളനുസരിച്ച് ഈ കുടുംബം പരാതി നൽകിയാൽ നിലവിൽ തന്നെ സ്വാഭാവിക മരണത്തിനുള്ള കേസ് മെഡിക്കൽ കോളേജ് പോലീസ് എടുത്തിട്ടുണ്ട്. ആ കേസിലേക്ക് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം. ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന കുറ്റം ചുമത്തണമെന്നൊക്കെ പറഞ്ഞ് കുടുംബം സമീപിച്ചാൽ അത് കേസെടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ യുവതിയെ പ്രതി ചേർക്കേണ്ടി വരും. പക്ഷേ പിന്നീട് ഒരു അന്വേഷണത്തിൽ കൂടിയാവും ഇതിൻ്റെ ഒരു നിജസ്ഥിതി പുറത്തു വരിക. ഈ ദൃശ്യങ്ങളിൽ എന്താണ് ചിത്രീകരിച്ചത്, ദൃശ്യം ചിത്രീകരിച്ച ആ സമയത്ത് വാഹനത്തിലെ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ തൊട്ടടുത്ത് നിന്ന് യാത്രക്കാർ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. കാരണം സ്വാഭാവികമായി തന്നെ ഒരു യാത്രക്കാരൻ്റെ ദൃശ്യം ചിത്രീകരിക്കുമ്പോൾ, ഒരു പെൺകുട്ടി തൊട്ടടുത്ത് നിന്ന് ചിത്രീകരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള യാത്രക്കാരൊക്കെ ഇത് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്ക് ദൃശ്യ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നതിനുപരി വാഹനത്തിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റ് ആശയവിനിമയങ്ങളോ വാഹനത്തിനുള്ളിൽ നടന്നോ, ഈ ബസ് ജീവനക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടോ എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ആകെത്തുകയായി നോക്കിയാൽ വളരെ മാന്യമായ രീതിയിൽ ഇടപെടുന്ന, കാര്യമായ ഇത്തരത്തിൽ ദുശീലങ്ങളില്ലാത്ത, സ്ത്രീകളോടൊക്കെ മര്യാദയ്ക്കായി പെരുമാറുന്ന ഒരാളെന്ന ഒരു വിലയിരുത്തലാണ് നാട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ പുറത്തുള്ളത്. അതുകൊണ്ട് ഒരു അങ്ങേയറ്റം ക്ഷമിക്കാൻ കഴിയാത്ത കാര്യം ഉണ്ടായപ്പോൾ കുടുംബവും ഒക്കെ പറയുന്നത്, പൊതുവെ എല്ലാവരോടും മാന്യമായി പെരുമാറിയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ദീപക്. അങ്ങനെ ഇത്തരം ഒരു മോശമായ സ്വഭാവം ആരോടും പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ദീപക് ഇങ്ങനെ വേട്ടയാടപ്പെട്ടത്? പ്രത്യേകിച്ചും ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ വേട്ടയാടപ്പെടുമ്പോൾ സ്വാഭാവികമായും മാനസികമായി തകർന്നു പോകാം. അതിൻ്റെ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തെന്നാണ് കുടുംബം പറയുന്നത്. SP-ക്ക് പരാതി നൽകിയ ശേഷം ദീപകിൻ്റെ കുടുംബം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവരുടെ വാക്കുകളിൽ പരാതിയിൽ അമ്മ ഇന്ന് ഞാൻ രാവിലെ തന്നെ അമ്മനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു ദീപകിൻ്റെ. അപ്പോൾ അമ്മനോടും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണേ, ഇങ്ങനെയൊക്കെ ഇതിൽ വന്നെന്നുള്ളത്, അമ്മ പുറത്ത് പോരാനും വേണ്ടെന്നുള്ളത് ഇതിൽ പറഞ്ഞു. അപ്പോൾ അത് പരിഹരിക്കാന്നുള്ളൊരു കാര്യമാണ് അമ്മയും പറഞ്ഞത്. അപ്പോൾ അതൊന്നും ആരും കേൾക്കാതെയാണ് ആൾ ചെയ്തത്. അത് ഇവിടെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇപ്പോൾ കമ്മീഷണർ പറഞ്ഞ് വേണ്ട എല്ലാ നടപടിയും എടുക്കാൻ സ്വീകരിക്കാന്നുള്ളത് പറയണേ. ഇപ്പം തന്നെ ഫോർവേഡ് ചെയ്യും, നിങ്ങൾ പോയിട്ട് അവിടെ ACP-നെ കണ്ടാൽ മതി, കോളേജിലുള്ള ACP-നെ പോയി കണ്ടാൽ മതി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മനുഷ്യാവകാശത്തിന് കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് കളക്ടർക്ക് കൊടുക്കാനുണ്ട്, DGP-ക്ക് ഉണ്ട്, ഇവർക്കൊക്കെ മന്ത്രിക്കുണ്ട്, എല്ലാവർക്കും ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. MS അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി. അനീഷ്, ഈ ഒരു സംഭവത്തിന് പിന്നാലെ ദീപകിൻ്റെ ആത്മഹത്യ പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിലേറെ
ചർച്ചയാകുന്നുണ്ട്. കാരണം നിരപരാധികൾ ഒരിക്കലും ഈ രീതിയിൽ വേട്ടയാടപ്പെടാൻ പാടില്ല, ക്രൂശിക്കപ്പെടാൻ പാടില്ല. ദീപക് നിരപരാധിയായിരുന്നു. ദീപക്കിനെ കരുവാക്കിയതാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ആ യുവതി ദീപക്കിൻ്റെ ദൃശ്യമെടുത്ത് പകർത്തിയതാണെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഒരു വയോധികനായ മനുഷ്യൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ട് സമീപത്തിരുന്നൊരു യുവതി ഇതുപോലെ ഫോണിൽ ഒരു സെൽഫി വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെയും കാണാൻ കഴിയും ഇദ്ദേഹം തൊട്ട് സമീപത്തിരിക്കുകയാണ്. ആ യുവതിയോട് മോശമായി പെരുമാറുന്നില്ല. പക്ഷേ ആ യുവതി തന്നെ സ്പർശിച്ചു, അടുത്തിരുന്ന് തന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ആ ദൃശ്യങ്ങൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലിടുന്നതും അത് വലിയ രീതിയിൽ വൈറലാകുന്നതും. ഒരുപക്ഷെ ഈ മെൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ ഇതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവത്തെ അത് ഉയർത്തി കാണിക്കുന്നുണ്ട്. പുരുഷന്മാർ യഥാർത്ഥത്തിൽ വേട്ടയാടപ്പെടുന്നു, ബലിയാടാകുന്നു. ഈ സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപത്തിൻ്റെ ഒരു ഇരയാണ് ഏറ്റവും ഒടുവിൽ ദീപക് എന്ന് പറയുന്നു. ഈ സംഭവത്തിൽ പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആക്ടിവിസ്റ്റുകൾ പ്രതിഷേധവുമായി രംഗത്തും എത്തുന്നുണ്ട്. നാട്ടുകാരുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? ടോമും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് സമൂഹ മാധ്യമങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന മുറവിളി വീഴുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരത്തിലൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കാരണം വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിലേക്ക് പകരുകയും അതുവഴി വലിയ റീച്ച് പലപ്പോഴും ലഭിക്കുന്നുണ്ട്. ഇൻസ്റ്റാ പേജാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജാണെങ്കിലും ഇത്തരം വീഡിയോകൾ പബ്ലിഷ് ചെയ്താൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അത് വലിയ വൈറലായി മാറുന്ന സാഹചര്യമുണ്ട്. അതൊരു മോശം കാര്യമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ സമൂഹം അത്ര ജാഗരൂകരായി നിൽക്കുന്നതാണ്. ഇത്തരം മോശമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ എത്തിയാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ തന്നെ നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ്. പക്ഷേ പലപ്പോഴും ഇതിൽ പതിരുണ്ടോ എന്നത് തിരയേണ്ടത്, അല്ലെങ്കിൽ ഈ നേരത്തെ ടോം പറഞ്ഞതുപോലെ തന്നെ ഒരു വയോധികൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നു, പക്ഷേ അദ്ദേഹം ഇരുന്ന് യാത്ര ചെയ്യുന്നത് കാണിക്കുന്നു. അതിനു മുമ്പ് തന്നോട് ഇയാൾ മോശമായി പെരുമാറിയെന്ന് പറയുമ്പോൾ അത് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഇത്തരം ഈ വൈകൃതമുള്ള ആളുകൾ അവർ കുറച്ചുകൂടി കാര്യങ്ങളെ നേരിടാൻ കുറച്ചുകൂടെ പ്രാപ്തി ഉള്ളവരാണ്. കാരണം വാഹനത്തിൽ വെച്ചൊക്കെ കൈയോടെ പിടികൂടി കൊണ്ടുപോകുമ്പോഴും അവർ ചെറുത്ത് നിൽക്കുന്നു, പ്രതിരോധിക്കുന്നു, അല്ലെങ്കിൽ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ പിന്നീട് വലിയ പ്രതികരണങ്ങളില്ലാതെ പോകുന്നു. അപ്പോൾ സവാദിനെയൊക്കെ നമുക്കറിയാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ യാതൊരു സങ്കോചവും ആ മുഖത്തില്ല. ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പൂമാലകൾ വാങ്ങി തോളി കയറി വരാനുള്ള ഒരു മാനസികാവസ്ഥ അയാൾക്കുണ്ട്. കാരണം അയാളൊരു ഇത്തരത്തിലൊരു വൈകൃതത്തിന് അടിമയാണ്. അയാൾ ഈ ഒരു ഉപഭോഗ വസ്തുവായി അല്ലെങ്കിൽ തൻ്റെ ലൈംഗിക താല്പര്യം തീർക്കുന്നതിനുള്ള ഒരു ഇടമായി മാത്രം സ്ത്രീകളെ കാണുന്നു. പക്ഷേ ദീപകിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആവില്ല. അതാണ് ദീപകിന് ഒരുപക്ഷെ ഇത്രയധികം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത്. തൻ്റെ ഭാഗത്തുനിന്നും തെറ്റുണ്ടാകാതെ വരുന്നു. ലോകം മുഴുവൻ ഈ ദൃശ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്നു. വലിയ കമൻറ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നു. അമ്മയോട് ഇക്കാര്യം പറയുന്നു, സുഹൃത്തുക്കളോട് ഇക്കാര്യം പറയുന്നു. അങ്ങനെ ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് അയാൾ വഴുതി വീണത് ഒരുപക്ഷെ ഇത്തരമൊരു തെറ്റുകാരനല്ലാത്തതുകൊണ്ടോ, നമ്മൾ ദൃശ്യങ്ങളിൽ പറഞ്ഞത് ഈ ക്യാമറയും ഇതും തമ്മിലുള്ള അകലവും കുട്ടിയും തമ്മിലുള്ള അകലമൊക്കെ ഒരുപക്ഷെ മാറ്റമുണ്ടാവുന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ ഒരുപക്ഷെ തെളിയിക്കപ്പെടാം. അത്രമേൽ നിഷ്കളങ്കനായ ആളായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തോ അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റകൃത്യത്തിൽ താൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു മാനവികാരമായിരിക്കാം ഒരുപക്ഷെ ഈ കാര്യങ്ങൾക്ക് അയാളെ പ്രേരിപ്പിച്ചത്. അയാളുമായി അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. അയൽവാസികൾക്കാവട്ടെ സുഹൃത്തുക്കൾക്കാവട്ടെ ഇത്തരമൊരു മോശം കാര്യങ്ങൾ പറയാനില്ല. നമ്മൾ ഇപ്പോഴും പറയുന്നു, ഒരാൾ ഒരിക്കലും ജീവിതത്തിൽ മോശം കാര്യം ചെയ്തിട്ടില്ല എന്ന് വെച്ച് ഒരിക്കൽ അത് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇതുവരെ ദീപക് തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇനി തെറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നും നമ്മൾ പറയില്ല. പക്ഷേ കോടതിയിൽ പോലും പരിഗണിക്കപ്പെടുന്നത് ഈ കുറ്റകൃത്യങ്ങളുമായി ഒരാൾ കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ അയാളുടെ മുൻകാല കുറ്റവാസന അല്ലെങ്കിൽ മുമ്പ് അയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തി പലപ്പോഴും ജാമ്യ അപേക്ഷകളിൽ പോലും വിധി പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ അത്തരത്തിലൊരു മുൻകാല പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത്തരം ഒരു ദൗർബല്യങ്ങളും ഉള്ളയാളല്ല. നമ്മൾ അറിഞ്ഞിടത്തോളം, നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നിടത്തോളം അയാൾ വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. അത്തരം ഒരു മുൻകാല പശ്ചാത്തലം ഇല്ലാത്ത വ്യക്തിയാണ് ദീപക്. സ്ത്രീകളോട് ഇങ്ങനെ മോശമായി പെരുമാറുന്ന ആളല്ല എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. പക്ഷെ എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന ദൗർഭാഗ്യകരമായ കാര്യമാണ് കോഴിക്കോട് വടകരയിൽ സംഭവിച്ചത്.
ബസ് യാത്രക്കിടെ മോശമായി പെരുമാറിയെന്ന് സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപം നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദീപക്, അതിൻ്റെ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ കണ്ടിരുന്നു. അതായത് ആ യുവതിയോട് പറയുന്നതാണ്, ഒരു സ്ത്രീയുടെ തന്നെ, എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടർ സൗമ്യ സരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാന്യമായി പരാതി കൊടുക്കാമായിരുന്നു. ആ വീഡിയോയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ. അല്ലാതെ ഇതാണോ നീതി കിട്ടാനുള്ള വഴി? എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ നീതി കിട്ടിയോ? സോഷ്യൽ മീഡിയയിൽ കയ്യിൽ കിട്ടുന്നതെന്തും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, അപ്പുറത്ത് നിൽക്കുന്നവനും ഒരു ജീവിതമുണ്ടെന്ന്. ഒരുപക്ഷെ ഇതുപോലുള്ള ദൃശ്യങ്ങൾ, വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഓർക്കണം, നിരപരാധികൾ പോലും സൈബറിടത്ത് ഇതുപോലെ വിചാരണ ചെയ്യപ്പെടാം, അധിക്ഷേപം നേരിടാം. പലർക്കും അത് താങ്ങാൻ കഴിയില്ല. ഈ സമാധിനെ പോലുള്ള ആളുകളൊന്നും അല്ല നമ്മുടെ സമൂഹത്തിലുള്ളത്. നിയമപരമായി തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമ നടപടി സ്വീകരിക്കാം. അതല്ലാതെ അതിന് മുൻപ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിചാരണ ചെയ്യുന്ന നടപടികൾ നല്ലതാണോ എന്ന് സ്വയം ഓരോരുത്തരും ആലോചിക്കണം. കണ്ണൂർ തയ്യിലിൽ കാമുകനൊപ്പം ജീവിക്കാൻ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സ്വന്തം അമ്മയുടെ ക്രൂരത നമ്മളേറെ ചർച്ച ചെയ്തതാണ്, നമ്മളേറെ വേദനിപ്പിച്ചതാണ്. 5 വർഷം മുൻപാണ് തയ്യിലിൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെ അമ്മ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ആ കേസിൽ 1-ാം പ്രതിയായ അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 2-ാം പ്രതിയും ശരണ്യയുടെ കാമുകനുമായിരുന്ന നിധിനെ വെറുതെ വിട്ടു. ഗൂഢാലോചന, കുറ്റകൃത്യം ചെയ്യാനുള്ള സഹായം, പ്രേരണ എന്നീ കുറ്റങ്ങൾ തെളിയിക്കാനായില്ലെന്ന് കണ്ടെത്തിയാണ് കാമുകനെ വെറുതെ വിട്ടത്. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനും പോലീസിനും വീഴ്ച പറ്റിയെന്നും കോടതി വിലയിരുത്തി. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശരണ്യ കുറ്റക്കാരിയാണെന്ന് വിധിച്ചത്. ശിക്ഷാവിധി പിന്നീടുണ്ടാകും. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, മനുഷ്യ മനസാക്ഷിയേറെ നൊമ്പരപ്പെടുത്തിയ, ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നു സ്വന്തം കുഞ്ഞിനെ അമ്മ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ക്രൂരത. 2020 സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ കോടതി അമ്മ ശരണ്യ കുറ്റക്കാരി എന്ന് വിധിച്ചിരിക്കുന്നു. എന്താണ് ശിക്ഷ ഈ വിധിയിൽ പറയുന്നത്? ടോമെ, സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച, ഒരുപക്ഷെ അമ്മമാർക്കൊന്നും താങ്ങാനോ കേൾക്കാനോ കഴിയാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കടലിൽ പാറക്കെട്ടുകളിലേക്ക് എറിഞ്ഞു കൊല്ലുന്നു. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത്രത്തോളം വിഷമകരം എന്ന് പറയാം. അത്ര നീചമായൊരു കൊലപാതകം ചെയ്ത ശരണ്യ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് കുറ്റക്കാരാണെന്ന് ഏതായാലും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കാമുകനായ നിതിനെ ഇതിന് തെളിവുകൾ കണ്ടെത്താനായില്ല എന്നതുകൊണ്ട് തന്നെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കേസിലേക്ക് വന്നാൽ 2020 ഫെബ്രുവരി 17 പുലർച്ചെ 2:45 തയ്യൽ കടപ്പുറത്ത് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ സംഭവം നടന്ന് 5 വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഈ പ്രതി കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൂഢാലോചനയൊക്കെ തെളിയിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഈ ശരണ്യയുടെ കാര്യത്തിലും പല തെളിവുകളും അലസമായാണ് പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും വലിയ വിമർശനവും ഇന്ന് കോടതി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ബുധനാഴ്ചയാണ് ഇതിൽ ശിക്ഷാവിധി ഉണ്ടാകുക. പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ബാധിച്ചത്. ആ വധശിക്ഷ ഇവർക്ക് കിട്ടുമോ? അതാണ് ഇനി ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും ഈ ഭർത്താവിനെ കേസിൽ കൊടുക്കുന്നതിനോടൊപ്പം കാമുകനൊപ്പം ജീവിക്കുക, ഇതായിരുന്നു ഈ ലക്ഷ്യം. ഈ ഒരു കൊലപാതകത്തിന്റെ മെയിൻ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഭർത്താവ് പ്രണവ് അകന്നു കഴിയുകയായിരുന്നു. ഇയാളെ അന്ന് രാത്രി 2020 ഫെബ്രുവരി 16 രാത്രി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഈ കുഞ്ഞ് വിയാൻ എന്ന് പറയുന്ന കുഞ്ഞ് ഈ ഭർത്താവിന്റെ കൂടെ കിടക്കുകയായിരുന്നു. പുലർച്ചെ 2:45 കൂടിയാണ് ഈ കുഞ്ഞിനെ എടുത്ത് കടപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതും കടലിലെറിയുന്നതും. പക്ഷേ കുഞ്ഞ് മരിക്കുന്നില്ല, കുഞ്ഞു കരയുന്നു. കരയുന്ന ശബ്ദം കേട്ട് വീണ്ടും അവിടെ എത്തിയ കുഞ്ഞിനെ വലിയ പാറക്കെട്ടുകളിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുന്നു. അതായത് മരണം ഉറപ്പ് ആയതിനു ശേഷം ഇവർ വീട്ടിലേക്ക് ഒന്നും അറിയാത്ത പോലെ തിരിച്ചു വരുന്നു. ഈ കൊലപാതകം ഭർത്താവായ പ്രണവിന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു ഇവരുടെ ശ്രമം. അങ്ങനെ ഭർത്താവിനെ കൊടുക്കുകയും അതോടൊപ്പം കാമുകനൊപ്പം ജീവിക്കുകയും, ഇതായിരുന്നു ഇവരുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പക്ഷേ ഈ കാമുകനായ നിതിൻ രാജിനെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു പ്രതി മാത്രമാണുള്ളത്. ഈ ശരണ്യ എന്ന് പറയുന്ന ഈ
ഈ സ്ത്രീ. അതായത് ഇവരുടെ സാരിയിലുണ്ടായിരുന്ന ഉപ്പുവെള്ളം അതാണ് ഇതിൽ നിർണായകമായ ഒരു തെളിവായി മാറിയത്. ഇതിൽ ദൃക്സാക്ഷികളില്ലാത്തൊരു കേസാണ്, ദൃക്സാക്ഷികൾ ആരും ഇല്ലാത്ത കേസാണ്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഇങ്ങനെ ഒരു കുറ്റക്കാരാണെന്ന് പോലും കണ്ടെത്താൻ ഇപ്പോൾ പോലീസിന് പ്രോസിക്യൂഷന് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ വിധി എവരും കാത്തിരിക്കുന്നതാണ്. നമുക്കറിയാം, ഈ ശരണ്യ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പരോളിൽ ഇറങ്ങിയതിന് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ വിധി കേൾക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു വികാരവും ഇവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ നിസ്സാരമായാണ് ഇവർ രണ്ടുപേരും ഈ വിധി കേട്ടതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ഈ കേസിൽ ഇവർക്ക് എന്താണ് ഇനി ശിക്ഷ കൊടുക്കുന്നത്? അതാണ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ യാതൊരു കുറ്റബോധവുമില്ലാത്ത ഒരു യുവതി. പക്ഷെ ഇവിടെ ഏറെ ദൗർഭാഗ്യകരമായ കാര്യം, ഈ ഒരു കേസിൽ കൂട്ടുപ്രതിയായിരുന്ന കാമുകനെ കോടതി വെറുതെ വിട്ടതാണ്. അവിടെ പ്രോസിക്യൂഷൻ്റെയും അതോടൊപ്പം പോലീസിൻ്റെയും ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുള്ളതായി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇയാളെ കുറ്റവിമുക്തനാക്കിയത്, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഗൂഢാലോചന അടക്കം തെളിയിക്കാൻ കഴിഞ്ഞില്ല, അതാണോ പ്രധാനമായും തിരിച്ചടിയായത്? അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ചും ഈ കാമുകനെ, യുവാവിനെ വെറുതെ വിട്ട പശ്ചാത്തലത്തിൽ പ്രോസിക്യൂഷൻ്റെ നിലപാടെന്തായിരിക്കും? ഇതിനെതിരെ ഇനി അപ്പീൽ നൽകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇന്ന് അത് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത്. അതായത് ഈ വിധി വന്നതിന് ശേഷം, വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷം അത് പരിശോധിച്ച് അപ്പീൽ നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിൽ ഗൂഢാലോചന പ്രധാനമായും ഈ നിതിൻ രാജിന്റെ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോസിക്യൂഷനും അതുപോലെ പോലീസിനെയും അതിരൂക്ഷമായാണ് കോടതി വിമർശിച്ചത്. ഇതിൽ പല തെളിവുകളും അത്തരത്തിൽ പോലീസിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, വളരെ ലാഘവത്തോടുകൂടി പല കാര്യങ്ങളും ഈ കേസിൽ കൈകാര്യം ചെയ്തു. അത് പബ്ലിക് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയാണ് കോടതി അങ്ങനെ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ഇത് വിധി പ്രസ്താവിച്ചതിന് ശേഷം അതിന്റെ വിധി പകർപ്പ് ലഭിച്ചാൽ മാത്രമേ ഏത് കാരണത്താലാണ് അങ്ങനെ ഒരു ഈ വെറുതെ വിടാനിടയായ സാഹചര്യം അതൊക്കെ വ്യക്തമാവൂ. എന്തായാലും ഈ നിതിൻ രാജിനെ വെറുതെ വിട്ടിട്ടുണ്ട്. ഒപ്പം ഇനി ഈ ഏറ്റവും പ്രധാനം ഈ ശരണ്യക്ക് ഇനി എത്ര ശിക്ഷ കൊടുക്കും എന്നതാണ്. ഇനി വധശിക്ഷ, പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത്രത്തോളം സമൂഹത്തിൽ ഒരു സന്ദേശം ഇതിന് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരമ്മ പോലും മക്കളോട് ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രൂരതയാണ് ചെയ്തത്. അങ്ങനെ ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നു. കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു തരത്തിലുള്ള വികാരവും ഇല്ലാതെ തന്നെ അവർ ഭർത്താവിന്റെ തലയിലേക്ക് ഈ കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ കാമുകനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഇനി എന്ത് ശിക്ഷ കൊടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. അത് ഇനി ബുധനാഴ്ച രാവിലെ തന്നെ 11 മണിയോടുകൂടി തന്നെ ഈ കേസെടുക്കും. ഇനി അതിൽ ശിക്ഷാവിധിന്മേലുള്ളൊരു വാദം നടക്കാനുണ്ട്. ഒരു പക്ഷേ വാദങ്ങൾ പൂർത്തിയായി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതിന്റെ വിധി പറയുക. എന്തായാലും ഇതിന്റെ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം നിതിൻ രാജിനെ വെറുതെ വിട്ടത് ഉൾപ്പെടെ ഇനി ഈ മറ്റ് ശിക്ഷ, ശരണ്യക്ക് നൽകുന്ന ശിക്ഷയും നോക്കി അപ്പീലിന് പോകുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും തന്നെ ഇന്ന് തന്നെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം നടപടികളിലേക്ക് കടക്കും. അതിന് ഈ വിധി പകർപ്പ് വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ കടക്കാൻ സാധിക്കൂ. ഏറ്റവും പ്രധാനം ശരണ്യക്ക് ഇനി എന്ത് ശിക്ഷ നൽകുന്നു എന്നത് തന്നെയാണ്. വ്യക്തമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ശരണ്യക്കുള്ള ശിക്ഷ പിന്നീട് വിധിക്കും. പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് രാവിലെ കേട്ടതേറെ ഞെട്ടലുളവാക്കുന്നൊരു വാർത്തയാണ്. ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തി. പരിക്കേറ്റ 4 വയസ്സുകാരൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഈ ദമ്പതികളുടെ മകളുടെ ഭർത്താവ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 11 മണിക്കാണ് സംഭവമുള്ളത്. ഇതിലെ ഒരു പ്രതി മുഹമ്മദ് റാഫിയാണ് പേരുള്ളത്. ഇയാൾ ഇങ്ങോട്ട് വന്നു. 2 ആളുകൾ ഇവിടെ, ഇത് പ്രായമായിട്ടുള്ള 2 ആളുകൾ, അതിൻ്റെ ഒപ്പം ഒരു സ്ത്രീ, പിന്നെ ഒരു കുട്ടി, 4 പേര് മൊത്തം ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇയാൾ കത്തിക്കൊണ്ട് ആക്രമിച്ചു.
നാസിർ പിന്നെ സൂറ ആണ് 2 ആളുകൾ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത്. നാസിറിന്റെ ഒരു 68 വയസ്സാണ് ഏകദേശം ഉള്ളത്. സൂറ 56 years old അപ്രോക്സിമേറ്റ്ലി. പിന്നെ മുഹമ്മദ് ഇഷാൻ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് പരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഓടിപ്പോയി. നമ്മുടെ പോലീസ് പാർട്ടി പിന്നെ കുറച്ച് ലോക്കൽസിൻ്റെ സഹായത്തോടെ ഏകദേശം 4 മണിക്ക് അപ്രോക്സിമേറ്റ്ലി ഇയാൾക്ക് ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. പ്രജിത്ത്, ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഈ ഇരട്ട കൊലപാതകം ഉണ്ടാകുന്നത്. സംഭവത്തിൽ, അതായത് ഈ ആക്രമണത്തിന് ശേഷം, കൊലപാതകത്തിന് ശേഷം പിന്നീട് പ്രതി ഓടി രക്ഷപ്പെടുന്നു. ഇയാൾ പിന്നീട് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തുന്നു. പ്രതി പിടിയിലായിട്ടുണ്ട്. എന്താണ് ഈ അരുംകൊലകൾക്ക് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? അതോടൊപ്പം ഈ പരിക്കേറ്റ 4 വയസ്സുകാരൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ടോമെ, കൊല്ലപ്പെട്ട നസീറും സുഹറയും മകൾ സുൽഫത്തും 4 വയസ്സുകാരനായ മകനുമാണ് തോട്ടക്കരയിലെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് റാഫി ലഹരിക്ക് അടിമയാണ്. ഇയാൾ നിരവധി ലഹരി കേസുകളിലും പ്രതിയാണ്. ഇവർക്ക് 5 മാസം മുമ്പാണ് ഈ സുൽഫത്ത് റാഫിയോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്തും ഇപ്പോൾ ഇവരുടെ ഡൈവേഴ്സ് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 5 മാസത്തിനിടയിൽ ചില പൊന്നാനി കുടുംബ കോടതിയിലെ വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ മകനെ കുറച്ച് 2 ആഴ്ചയിൽ 4 ദിവസം അമ്മയോടൊപ്പവും ബാക്കിയുള്ള 3 ദിവസം ആ അച്ഛനോടൊപ്പം താമസിപ്പിക്കണം എന്നൊരു വിധിയുണ്ട്. പക്ഷെ എന്നാൽ ഈ റാഫി കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് തിരിച്ചു കൊണ്ടുവരുന്നില്ല. അതുമാത്രമല്ല, ഇയാൾ മദ്യപിക്കുകയും ലഹരിക്ക് അടിമയും ആയതുകൊണ്ട് കുട്ടിയെ അവരോടൊപ്പം വിടാനുള്ള താല്പര്യവും ഈ സുൽഫത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നവും പ്രതിക്ക് ഉണ്ടായിരുന്നു. പ്രതി ഇന്നലെ വൈകുന്നേരം ഒരു 11 മണിയോട് കൂടിയാണ് ഇവിടെ ഈ ഒറ്റപ്പാലം തോട്ടക്കരയിലെ വീട്ടിലെത്തിയത്. അതിനുശേഷം ഈ കുട്ടിയെ തന്നോടൊപ്പം വിടണമെന്ന് ആവശ്യപ്പെടുകയും അതിന് സമ്മതിക്കുന്നില്ല എന്ന് കണ്ടതിന് ശേഷം നസീറും സുഹറയും ഇയാൾ കുട്ടിയെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നസീറും സുഹറയും സുൽഫത്തും കൂടി ഈ പ്രതിയെ തടയുകയാണ്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് ഇവരെ ആക്രമിക്കുന്ന അക്രമത്തിൽ കുട്ടിയുടെ കയ്യിലേക്ക് പരിക്കുണ്ട്. കുട്ടിയുടെ തോളിന് താഴെയാണ് കുട്ടിക്ക് പരിക്കുള്ളത്. അത് കണ്ട് പേടിച്ച് സുൽഫത്ത് ഈ കുട്ടിയെയും എടുത്ത് പുറത്തേക്ക് ഓടുകയാണ്. ഇത് തടയാൻ ശ്രമിച്ച 2 പേരെയും, അത് അമ്മയെയും അച്ഛനെയും കുത്തി വീഴ്ത്തുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പ്രതി അടുത്തുള്ള പള്ളിയിലേക്ക് ചാടിക്കടന്ന് ആ പള്ളിയിലെ ശ്മശാനത്തിലൂടെ ഖബർസ്ഥാനത്തിലൂടെ നടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പുറത്തു വന്ന ഈ സുൽഫത്ത് നിലവിളിച്ച ആളുകളെ കൂട്ടുകയും ആളുകളും പോലീസും കൂടി തെരഞ്ഞ ഒരു പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ പ്രതിയെ കിട്ടുന്നത്. അതിനുശേഷം ഈ പ്രതിയെ കിട്ടുകയും പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. രാവിലെ ഒറ്റപ്പാലം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഈ മൃതദേഹങ്ങൾ രണ്ടും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജിലാണ് നടക്കുക കേട്ടോ. പ്രജിത്ത്, ഇത് ഈ ഒരു കൂട്ടക്കൊലപാതകം ലക്ഷ്യമിട്ടായിരുന്നോ പ്രതി റാഫി അവിടെ എത്തിയത്? അതോ ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നോ? അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനമാണോ? പ്രതി ലഹരിക്ക് അടിമയായത് കാരണം പെട്ടെന്നുള്ള പ്രകോപനമാണ് എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ കിട്ടാത്ത ആ ഒരു ദേഷ്യവും കുട്ടിയെ തന്നോടൊപ്പം വിടുന്നില്ല എന്ന് പറഞ്ഞതിന് അപ്പോൾ ഉള്ള ഈ ഒരു പ്രകോപനമാണ് ഈ പ്രതി ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ടോം, യെസ്. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം, ഈ കൊലപാതകത്തിന് ശേഷം പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അയാളുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? അതോടൊപ്പം ഇതിനു മുൻപ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ലഹരിക്ക് അടിമ മറ്റോ ആണോ? കാരണം അക്കാര്യം പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രജിത്ത്?
ഈ ആക്രമണത്തിന് ശേഷം സ്വന്തം കൈഞ്ഞരമ്പ് മുറിച്ച് സമീപത്തുള്ള പള്ളിയുടെ പ്രദേശത്താണ് ഇയാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളും പോലീസും പരിസരവാസികളും പോലീസും ആദ്യം തന്നെ ഇയാളെ പിടിച്ച് അതിനുശേഷം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ശുശ്രൂഷ നൽകി. എന്നിട്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനു മുമ്പും ഇയാൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടില്ല. പക്ഷേ ഇയാളെ ലഹരിക്കടിമയും നിരവധി ലഹരി കേസുകളിലെ പ്രതിയുമാണ്. അതുകൊണ്ടാണ് സുൽഫത്ത് അവിടെ ഇയാളോടൊപ്പം താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. സ്വന്തം വീട്ടിലേക്ക് വരികയും 5 മാസം മുമ്പാണ് ഈ കോടതിയിലേക്ക് ഡൈവേഴ്സിനുള്ള പെറ്റീഷൻ കൊടുക്കുന്നതും. അതിൽ ഈ പ്രതി പ്രകോപിതനാണ്. അത് മാത്രമല്ല, കുട്ടിയുടെ അവകാശവാദത്തെ ചൊല്ലിയാണ് ഇന്നലെ നടന്ന ഈ അതിക്രമം. ടോം, വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് വീട്ടിൽ ഇരട്ട കൊലപാതകം സംഭവിച്ചത്. വളർത്തു മകളുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കുടുംബ പ്രശ്നമാണ് ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾക്ക്, കൂട്ടക്കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച് SIT. വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയെയും പ്രതി ചേർക്കാൻ CBI. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുമെന്ന് സൂചന. ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് താരത്തിന് 2ാം ഘട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വിജയെ ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ 2ാം ഘട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അതിനിടെ വിജയെ പ്രതി ചേർക്കാനുള്ള നീക്കമുണ്ട്. എന്തായിരിക്കും നടപടികൾ? ഏതൊക്കെ വകുപ്പുകളായിരിക്കും ചുമത്തുക? ടോം, വിജയുടെ സിനിമകളിലുള്ളതിനേക്കാൾ വലിയ ട്വിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിജയുടെ ഈ 2ാം ഘട്ട ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലവിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിജയുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായപ്പോൾ തന്നെ CBI ഉദ്യോഗസ്ഥർ പൂർണ്ണ തൃപ്തരായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പല മൊഴികളിലും. പ്രത്യേകിച്ച് പോലീസിനെതിരെയും ജില്ലാ ഭരണകൂടത്തിനെതിരെയും അദ്ദേഹം നടത്തിയിട്ടുള്ള പല ആരോപണങ്ങൾ, അതെല്ലാം ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിനപ്പുറം ഈ കരൂർ ദുരന്തത്തിൽ വിജയുടെ ഒരു നിരപരാധിത്വം തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു തെളിവുകളായി CBI കണക്കാക്കിയിരുന്നില്ല. അതുമാത്രമല്ല, വിജയ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ താമസിച്ചത് ഏതാണ്ട് 7 മണിക്കൂറോളം വിജയ് താമസിച്ചിരുന്നു. ഇതിന് കൃത്യമായൊരു വിശദീകരണം നൽകാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല. അതായത് ഈ എയർപോർട്ടിലും അതുപോലെ തന്നെ വഴിയിലും മൊത്തം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കുകളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ കരൂരിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇത് കാരണമാണ് ഇത്രയധികം താമസിച്ചത് എന്നാണ് വിജയ് CBIയോട് പറഞ്ഞത്. എന്നാൽ ഈ വിശദീകരണം CBIക്ക് അത്ര തൃപ്തികരമായി തോന്നിയില്ല. അതുപോലെ വിജയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസിൽ ആ സമയത്ത് കരൂർ ദുരന്തം നടന്ന അതേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 9 പോലീസ് ഉദ്യോഗസ്ഥരെയും ഇന്ന് തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ വിജയ്ക്കെതിരെ അതുപോലെ TVKക്കെതിരെയും പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇത്രയധികം ജനപങ്കാളിത്തം കരൂരിൽ ഉണ്ടാകുമെന്ന് നേരത്തെ പോലീസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നതാണ്. നേരത്തെ 10,000 പേർ ഈ പരിപാടിക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കരൂരിൽ ഈ നിശ്ചിത സ്ഥലം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ TVK ഒരു ഔദ്യോഗികമായി തന്നെ ഒരു പെർമിഷൻ, ഒരു അനുമതി ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതനുസരിച്ചാണ് പോലീസും ജില്ലാ ഭരണകൂടവും ഈ സ്ഥലം അനുവദിച്ചത്. എന്നാൽ 10,000 അല്ല, അതും കവിഞ്ഞ് 3 ഇരട്ടി 30,000 ആളുകളാണ് ഈ സംഭവ സ്ഥലത്ത് കരൂർ ദുരന്തം നടന്ന ആ വേളയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾ എത്തി, ഈ പരിപാടി ഇത്രയധികം ആളുകൾ അവിടെ എത്തും എന്നതിനെ സംബന്ധിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ എന്നതൊക്കെ ഒരു ചോദ്യങ്ങളാണ്. അതുപോലെ പോലീസ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ പോലീസിൻ്റെ കയ്യിലുള്ളതിന് സമാനമായിട്ടുള്ള വാക്കി ടോക്കികൾ അത് TVK പാർട്ടി മെമ്പേഴ്സിന് നൽകിയിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളുടെ തിരക്ക് കൂടുന്ന സമയത്ത് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നതും TVKക്കെതിരെയും വിജയ്ക്കെതിരെയും പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് CBI നിലവിൽ സാക്ഷി എന്നുള്ള നിലയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ള വിജയെ
വിജയിയെ പ്രതിസ്ഥാനത്തേക്ക് മാറ്റുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയായിരിക്കും വിജയ്ക്കെതിരെ കേസെടുക്കുക എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 2ാം പകുതിയോടുകൂടി ഈ CBI പൂർണ്ണമായിട്ടുള്ള കേസിലെ പൂർണ്ണമായ കുറ്റപത്രം സമർപ്പിക്കും എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജയുടെ രാഷ്ട്രീയ ഭാവിയും വലിയൊരു ചോദ്യചിഹ്നത്തിലേക്കാകും പോകുന്നത്. ഈ വിഷയത്തിൽ TVKയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ചെന്നൈയിൽ CBIയുടെ ആസ്ഥാനമുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് വിജയിയെ ഡൽഹിയിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അത് പ്രത്യേകിച്ചും DMK തന്നെയാണ് ആ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത്. ഇതിൽ വിജയിയെ സമ്മർദ്ദം ചെലുത്തി വരുതിയിലാക്കാനുള്ള BJPയുടെ തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന രീതിയിലുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ എന്നാൽ വിജയെ ഈ കേസിൽ നിന്നും, അതായത് സംസ്ഥാന ഏജൻസി അന്വേഷിച്ചപ്പോൾ, പോലീസ് അന്വേഷിച്ചപ്പോൾ വിജയെ പ്രതി ചേർക്കാനോ മറ്റു നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല. CBIയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ കാര്യങ്ങൾ മറിയുന്നു. അതായത് വിജയ്ക്കൊപ്പമല്ല BJP എന്ന കൃത്യമായ സൂചന, വിജയ് ഈ കേസിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന കൃത്യമായ സൂചന തന്നെ CBI നൽകുന്നു അല്ലേ? ടോമി, കേസിൻ്റെ ആദ്യഘട്ട അന്വേഷണം നോക്കുകയാണെങ്കിൽ ഈ DMK പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കാരണം വെട്ടിലായ ഒരു സാഹചര്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ വിജയിയെ കേസിൽ പ്രതിയാക്കി കൂടുതൽ അദ്ദേഹത്തിന് ഒരു താരപരിവേഷം നൽകരുത് എന്നുള്ള ഒരു നിലപാടായിരുന്നു DMK സ്വീകരിച്ചിരുന്നത്. ഇത് കാരണം തന്നെ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച പോലീസോ SITയോ വിജയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അദ്ദേഹത്തെ പ്രതിപട്ടികയിലോ അല്ലെങ്കിൽ സാക്ഷിയായിട്ട് പോലും ചേർക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ ഈ ഇപ്പോൾ TVKയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള മെയ്യഴകൻ, അതുപോലെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള ബുസിയാനൻ, നിർമ്മൽ കുമാർ എന്നിവരെ എല്ലാവരെയും പ്രതിപട്ടികയിൽ ചേർത്തിരുന്നു. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് BJP DMKക്കെതിരെ വളരെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നത്. അതും വിജയെ പിന്തുണച്ചുകൊണ്ട് DMKക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു ശൈലിയായിരുന്നു BJP ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക്, അതും DMKയുടെ അതേ മുന്നണിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസും വിഷയത്തിൽ വിജയ്ക്കൊരു പരോക്ഷ പിന്തുണ നൽകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ അവസരത്തിൽ DMK പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ വെട്ടിലായിരുന്നു. അതുപോലെ TVKയും ആ സമയത്ത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല, CBI അന്വേഷണം ഈ കേസിൽ വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട്, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടത് പ്രധാനമായിട്ടും രണ്ട് പാർട്ടികളാണ്. ഒന്ന് BJP, അതുപോലെ മറ്റൊന്ന് വിജയുടെ പാർട്ടിയായിട്ടുള്ള TVK തന്നെ. അപ്പോൾ TVK തന്നെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിലവിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യം ചെയ്യലിനോടും എല്ലാ നടപടിക്രമങ്ങളോടും അവരുടെ പാർട്ടി അംഗങ്ങൾ തന്നെ പൂർണ്ണമായും സഹകരിക്കുന്നത്. നേരത്തെ ഈ TVKയുടെ പ്രധാനപ്പെട്ട മറ്റ് പാർട്ടി അംഗങ്ങളെല്ലാം തന്നെ ഡൽഹിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ വിജയും ഹാജരായിരിക്കുന്നത്. എന്നാൽ TVK തങ്ങൾ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തരാകും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഏതൊക്കെ വകുപ്പുകളാണോ TVKക്കെതിരെ ചുമത്തിയിരുന്നത് ആ വകുപ്പുകളിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കും, കേസിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക, ഇത് തന്നെയായിരുന്നു TVKയുടെ ഉദ്ദേശം. എന്നാൽ CBI ഈ കേസ് അന്വേഷിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷിച്ച സമയത്ത് വിജയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ CBI അന്വേഷണത്തിൽ വിജയ് പോലും പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും എന്ന് വിചാരിച്ചുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട TVK നിലവിൽ വെട്ടിലായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേടാൻ പോയാൽ അത് വലിയ തരത്തിൽ അവർക്ക് തിരിച്ചടിയാകും. ചിലപ്പോൾ ഈ കേസിൽ പ്രതി ചേർക്കുകയാണെങ്കിൽ വിജയ്ക്ക് പോലും, അതായത് TVK അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കുന്ന വിജയ്ക്ക് പോലും മത്സരിക്കാൻ കഴിയാതെയാകും. ഇത് പൂർണ്ണമായിട്ടും നിലവിൽ അവർക്കൊരു തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ ഏതൊക്കെ വകുപ്പുകളായിരിക്കും വിജയ്ക്കെതിരെ ചേർക്കുന്നത്, എന്തായിരിക്കും ഈ കേസിൻ്റെ അവസ്ഥ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിലെ ഘട്ടത്തിൽ നമുക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കാസർഗോഡ് കുമ്പളയിൽ വൻ കവർച്ച. നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് 29 പവൻ സ്വർണവും 4 ലക്ഷത്തിൻ്റെ വെള്ളിയും 5000 രൂപയും കവർച്ച ചെയ്തു. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, നമുക്കറിയാം ഇപ്പോൾ സ്വർണത്തിൻ്റെ വില 1 ലക്ഷത്തിലധികം കടന്നു. അതായത് 29 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഏകദേശം
29 ലക്ഷം രൂപയിലധികം വരുന്ന സ്വർണമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളൊക്കെ ഏറെ ആശങ്കയോടെ തന്നെ അതിനെ കാരണം കവർച്ചാ സംഘങ്ങൾ വ്യാപകമായി ഇറങ്ങുന്നു. ആളുകളെ ആക്രമിക്കാൻ പോലും തയ്യാറില്ലാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ല സംസ്ഥാനത്തിൻ്റെ അതിർത്തിയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, കർണാടകയിൽ നിന്ന് പോലും ക്രിമിനൽ സംഘങ്ങൾ ഇവിടെ എത്തി കവർച്ച നടക്കുന്നുണ്ട്. എപ്പോഴായിരുന്നു ഈ കവർച്ച? എന്താണ് പോലീസ് നൽകുന്ന വിവരം? പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണത്തിന് ഓരോ ദിവസം കഴിയുമ്പോഴും വില കുതിച്ചുവരുന്ന സാഹചര്യം, ആശങ്കപ്പെടുന്ന സാഹചര്യം. അപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ ഒരു കവർച്ച സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കും അതുപോലെ തന്നെ രാത്രി 8 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഇങ്ങനെ ഒരു കവർച്ച നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇവർ സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയിരുന്നു. ആ ഉത്സവത്തിന് പോയി 8 മണിയോടുകൂടി തിരിച്ചെത്തുമ്പോഴാണ് വീട്ടിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ടത് കാണുന്നത്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ അലുമാരയൊക്കെ വാരി വലിച്ചിട്ട നിലയിലാണ്. ഈ അലുമാര കുത്തി തുറന്ന് 2 അലുമാരകൾ ഉണ്ടായിരുന്നു. അലുമാര കുത്തി തുറന്നാണ് ഈ സ്വർണവും അതുപോലെ തന്നെ പണവും മോഷ്ടിച്ചത്. അതായത് കാസർഗോഡ് ജില്ലാ കോടതിയിലെ അഭിഭാഷിക ചൈത്ര എന്ന് പറയുന്ന അഭിഭാഷികയുടെ വീട്ടിലാണ് ഈ കവർച്ച നടന്നത്. എന്തായാലും ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും എല്ലാം തന്നെ രാവിലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതായാലും പ്രതികളെ കുറിച്ച് ഇപ്പോൾ നിലവിൽ സൂചനയൊന്നുമില്ല. ഈ നാട്ടുകാർ പറയുന്നത് സമീപകാലത്തായി ഈ പ്രദേശത്ത് പല വീടുകളിലും ഇങ്ങനെ കവർച്ചയുണ്ടായിരുന്നു, കവർച്ചാ ശ്രമമുണ്ടായിരുന്നു, ക്ഷേത്രങ്ങളിൽ കവർച്ച ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും പോലീസിന്റെ മിടുക്ക് നമുക്കറിയാം. കൊലപാതക കേസുകളിൽ പോലും 24 മണിക്കൂറിനകം പ്രതികളെ പിടികൂടുന്ന പോലീസാണ്. കഴിഞ്ഞ ദിവസം തന്നെ കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്താണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്ന് 24 മണിക്കൂറിനകം പ്രതിയെ പിടികൂടിയിരുന്നു. പക്ഷേ ഇത്തരം കവർച്ച കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിൽ വൈകുന്നു എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. അത് പല കേസുകളിലും കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണം ഇങ്ങനെ മോഷ്ടിക്കുന്ന സംഘം അത് വലിയൊരു പ്രൊഫഷണൽ സംഘമാകണമെന്നില്ല. ഇതൊരു 6 മണിക്കും അതുപോലെ തന്നെ 8 മണിക്കും ഇടയിൽ വൈകിട്ട് സന്ധ്യയോടുകൂടിയാണ് ഇങ്ങനെ ഒരു കവർച്ച നടക്കുന്നത്. അതും കൃത്യമായി മനസ്സിലാക്കി, വീട്ടിൽ ആളില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ ഒരു കവർച്ച നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. എന്നാലും പോലീസ് ഇക്കാര്യത്തിൽ കുമ്പള പോലീസ് ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ സമീപ പ്രദേശങ്ങളിലൊക്കെ CCTV ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ബന്ധുക്കളുടെ അവിടെ നിന്നുള്ള ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ചുറ്റുവട്ടത്ത് 2-3 പരാതി ഇങ്ങനെ ഒരു കളവ് നടന്നതിലൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നായ്ക്ക ഭാഗത്ത് തന്നെ ഒരു 5-6 മാസം മുമ്പായിട്ട് ഒരു കവർച്ച നടന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ചീറുമ്പ ഭഗവതി അമ്പലത്തിൽ അത് കവർച്ച നടത്തിയ ശേഷം അവർ ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയായിരുന്നു. പക്ഷെ അതിലൊന്നും ഇതുവരെ റിക്കവറിയോ ഒന്നും നടന്നിട്ട് ഇതുവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു റിക്കവറിയോ ഒരാൾക്കാരെ പിടിക്കുകയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. വീണ്ടും ബൈജുവിലേക്ക്. ബൈജു, ഇതിനു മുൻപും ഈ പ്രദേശത്ത് കവർച്ച ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് പല കവർച്ചാ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പ്രതികളെ പിടികൂടുന്നില്ലെന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ വലിയ ആശങ്കയിലാണോ? തീർച്ചയായും ടോമെ, ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത്. അതായത് വലിയ കേസുകളിലൊക്കെ പ്രതികളെ വളരെ പെട്ടെന്ന് പോലീസിന് പിടികൂടാൻ കഴിയുന്നു. അതായത് പോലീസിന്റെ കുറവ് കൊണ്ടല്ല, പക്ഷേ എന്തുകൊണ്ടോ ഇതിലൊരു താല്പര്യം എടുക്കുന്നില്ലയോ എന്ന ഒരു ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പ്രധാനമായും ആ പ്രദേശവാസി പറഞ്ഞത് തന്നെയാണ്. ഈ കുമ്പള നായ്ക്കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് സമീപ കാലങ്ങളിലായി നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലുണ്ട്, വീടുകളിലുണ്ട്, മോഷണ ശ്രമമുണ്ട്, മോഷണം ചെയ്ത വസ്തു കൊണ്ടുപോകാൻ കഴിയാതെ ഉപേക്ഷിച്ച സംഭവം ഉണ്ടായിരുന്നു. ഇതിലൊന്നും പക്ഷേ പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് അവർ ആക്ഷേപമായി ഉന്നയിച്ചത്. ഇതിൽ പോലീസിനാകെ ചെയ്യാൻ കഴിയുന്നത് പോലീസ് ജാഗ്രതയായിരിക്കണം. ഇത്തരം സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നതല്ലാതെ ഇത്തരം പ്രതികളെ പിടികൂടാത്തത് ഒരു പക്ഷേ ഈ മോഷ്ടാക്കൾക്ക് ഒരു പക്ഷേ ഇത്തരം ഇത് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാവും. എന്തായാലും അടച്ചിട്ട വീടുകളിലാണ് അധികവും മോഷണം നടക്കാറുള്ളത്. പല സംഭവങ്ങളും അത് തന്നെയാണ്. ഇതും അങ്ങനെയുള്ള ഒരു സംഭവമാണ്. കൃത്യമായി നിരീക്ഷിച്ച് വീട്ടിൽ ആളില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പുറകുവശത്തെ വാതിൽ തകർത്ത് വീട്ടിനകത്ത് കയറി അൽമാറിൽ ഉണ്ടായിരുന്ന സ്വർണമാണ് ഇത്തരത്തിൽ കൊണ്ടുപോയത്. 29 പവൻ സ്വർണം, അതോടൊപ്പം വെള്ളി ആഭരണങ്ങളുണ്ട്, അതോടൊപ്പം പണം.
അതുപോലെ തന്നെ ഈ നെക്ലേസ്, അതോടൊപ്പം വളകൾ, ഇങ്ങനെ പല വസ്തുക്കൾ, കുട്ടികളുടെ സ്വർണ്ണമുണ്ട്, അങ്ങനെ ഇതെല്ലാം കൂടിയിട്ടുള്ള വസ്തുക്കളാണ് കൊണ്ടുപോയത്. ഏതായാലും പോലീസ് ഈ ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ ഒരു പക്ഷേ കർണാടകത്തിലേക്ക് കടന്നതായ ഒരു സംശയമൊക്കെ പോലീസിനുണ്ട്. എന്തായാലും ഒരു പക്ഷേ സമീപവാസികളായ ഈ വീടുമായി കൃത്യമായി അറിയുന്ന ആളായിരിക്കാം മോഷ്ടാവ് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ പോലീസ് പറയുന്നുണ്ട്. ഇതിൽ കേസെടുത്ത് കുമ്പള പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ രാവിലെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി വിരലടയാള വിദഗ്ധരുടെ പരിശോധനയിൽ ഏതെങ്കിലും നിർണായകമായ വ്യക്തമാണ്. കെ വി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. തിരുനാവായ മാഘമഹോത്സവത്തിന് വീണ്ടും പ്രതിസന്ധി. തമിഴ്നാട്ടിലെ രഥയാത്രയ്ക്ക് അനുമതിയില്ല. തമിഴ്നാട് സർക്കാരാണ് അനുമതി നിഷേധിച്ചത്. ഭാരതപ്പുഴയുടെ ഉത്ഭവ കേന്ദ്രത്തിൽ നിന്നും രഥയാത്ര എന്ന സങ്കല്പത്തിലായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് ഈ മഹോത്സവത്തിനുള്ള ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ്? ടോം, ഇന്നാണ് തമിഴ്നാട് പൊള്ളാച്ചി ഉദുമൽപേട്ടിന് സമീപമുള്ള ത്രിമൂർത്തി മലയിലെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തു നിന്നും മഹാമേരുവിൽ ശ്രീചക്രം പൂജിച്ച് കൊണ്ടുവരാനുള്ള രഥം പുറപ്പെടേണ്ടിയിരുന്നത്. ഇതിനുവേണ്ടിയുള്ള പ്രത്യേകം സജ്ജീകരിച്ച വാഹനം, രഥം അവിടെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട പൂജകളും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് അനുമതിയില്ല, അത് തടഞ്ഞുകൊണ്ടുള്ളൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നത് സംബന്ധിച്ച് കുറെ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ ഒരു മഹാമഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു രഥത്തിൽ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നും പൂജിച്ചുകൊണ്ടുള്ള ഈ ഒരു രഥം ഇവിടേക്ക് എത്തിക്കുക, രഥോത്സവം എന്നുള്ളത്. 21-ാം തീയതി തിരുനാവായിൽ എത്തുന്ന വിധമായിരുന്നു ഈ രഥോത്സവം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോഴത് അനിശ്ചിതമായിട്ട് സർക്കാരിൻ്റെ, തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തുള്ള നടപടിയെ കൊണ്ട് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ളൊരു 4:30 ഇന്ന് വൈകുന്നേരം 4:30 ഈ കാര്യത്തെക്കുറിച്ച് മാഘമഹോത്സവത്തിൻ്റെ സംഘാടകർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാമി ആനന്ദവനം ഭാരതി 4:30 മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാടിന് മുമ്പും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രഥോത്സവങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിലക്കുണ്ടാവുകയും അത് കോടതി വരെ പോയിട്ട് പലപ്പോഴും കോടതിയുടെ തീരുമാനം ഇതിൽ നിർണായകമാവുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലേക്ക് തന്നെയാണ് ഈ സാഹചര്യങ്ങൾ എത്തുന്നത് എന്ന് വേണം പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാൻ. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. ഇതിൻ്റെ സംഘാടകർ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. സംഘാടകർ എന്തായാലും അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി കാരണമെന്ന് വ്യക്തമായി തന്നെ പരിശോധിക്കും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. തിരുനാവായ മാഘമഹോത്സവത്തിനാണ് വീണ്ടും പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ രഥയാത്രയ്ക്ക് അനുമതിയില്ല. തമിഴ്നാട് സർക്കാരാണ് അനുമതി നിഷേധിച്ചത്. ഭാരതപ്പുഴയുടെ ഉത്ഭവ കേന്ദ്രത്തിൽ നിന്നും രഥയാത്ര എന്ന സങ്കല്പത്തിലായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.